മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു താരത്തിന് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു കംബാക്ക് ലഭിക്കുന്നത്. ആക്ഷൻ സ്റ്റാറായി തൻ്റെ സിനിമാ കരിയർ ആരംഭിച്ച താരത്തിന് പിന്നീട് പലപ്പോഴായി കാലിടറി. എന്നാൽ തന്നെ വിമർശിച്ചവർക്കുള്ള മറുപടിയായി നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആ താരമെത്തിയത് വീണ്ടും ഒരു ആക്ഷൻ ത്രില്ലറിലൂടെ. ഉണ്ണിമുകുന്ദൻ വിജയങ്ങൾക്കിടയിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും പതറാതെ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് പ്രയത്നിച്ചവൻ. തുടർന്ന് വിജയങ്ങളില്ലാതെ ഇന്ന് ഒറ്റ സിനിമ കൊണ്ട് സൂപ്പർ സ്റ്റാർ ആയ താരം. 2024 ശരിക്കും ഉണ്ണിമുകുന്ദൻ്റെ വർഷമാണ്. അത്രയേറെ ഹേറ്റ് ക്യാമ്പയിനുകൾ വന്നിട്ടും ഒരു പുഞ്ചിരിയിലൂടെ ആത്മവിശ്വാസം നേടാൻ ഉണ്ണിമുകുന്ദന് കഴിഞ്ഞു. 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ആക്ഷൻ ചിത്രമായ മാർക്കോയുമായി ഉണ്ണി എത്തിയപ്പോൾ അത്രയും വർഷത്തെ ക്ഷീണം ആ ചിത്രത്തിലൂടെ തന്നെ അങ്ങ് തീർത്തു. മാർക്കോ ഈസ് ആൻ റവല്യൂഷണറി ഫിലിം. ഇന്ത്യൻ സിനിമയിൽ തന്നെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന മോളിവുഡിലെ മോസ്റ്റ് വയലൻസ് ഫിലിം. പ്രദർശനത്തിനെത്തി 5 ദിനം കൊണ്ട് 50 കോടിയിലേക്ക് ചിത്രം കയറി. ആരാധകർ ഒന്നടങ്കം മാർക്കോ ഏറ്റെടുത്തപ്പോൾ പാൻ ഇന്ത്യൻ ലെവൽ ചിത്രം പ്രദർശനത്തിനെത്തി. ഇന്ന് ഹിന്ദി ചിത്രങ്ങളുടെ പോലും സ്ക്രീൻ വെട്ടിക്കുറച്ച് മാർക്കോ തേരോട്ടം തുടരുകയാണ്. 2019 ഹനീഫ് അദൈനി പുറത്തിറക്കിയ മിക്കായേൽ എന്ന ചിത്രത്തിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിൽ നിന്നും മാർക്കോ എന്ന നായകനിലേക്കാണ് ഈ ചിത്രം എത്തുന്നത്. വയലൻസിൻ്റെ ഏറ്റവും ക്രൂരഭാവം ചിത്രത്തിൽ കാണാം. 2025 മാർക്കോയെ വെല്ലാൻ കെൽപ്പുള്ള വയലൻസ് ചിത്രം എത്തുമോ? ഉണ്ണിമുകുന്ദനെ വെല്ലുവിളിക്കാൻ മറ്റൊരു താരത്തിനാകുമോ? അതോ പുതിയൊരു താരോദയം പിറവിയെടുക്കുമോ? കാത്തിരിക്കാം.